ഇവിടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് യൂസർ രജിസ്റ്റർ വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. യൂസർ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു പാത്ത് നമ്മൾ ടുഡേ ആപ്പിന്റെ അകത്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചറിങ്ങിലേക്കൊന്നും കടക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇവിടെ യൂസർ രജിസ്റ്റർ എന്നുള്ള ഒരു പാത്ത് നമുക്ക് പുതിയൊരു പോസ്റ്റ്മാൻ്റെ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് യൂസർ രജിസ്റ്റർ എന്ന് പറഞ്ഞ പാത്താണ് കൊടുക്കുന്നത്. ആ പാത്ത് ഇവിടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ബോഡിക്കകത്ത് ഇവിടെ നെയിമിന് പകരം യൂസർ നെയിം ആണ്, ഇവിടെ പാസ്വേഡ് ആണ് വേണ്ടത്. ഓക്കെ, യൂസർ നെയിമിന്റെ അവിടെ ഞാൻ ജസ്റ്റ് ജാസർ എന്ന് കൊടുക്കുന്നുണ്ട്. പാസ്വേഡിന്റെ അവിടെ 123 എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇതിലേക്ക് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡ് എടുത്തിട്ട് ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്നിപ്പറ്റ് ആണ് ഇത്. നമുക്ക് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി, ദാറ്റ് മീൻസ് ഈ കോഡ് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു മെസ്സേജ് ആണ് നമുക്ക് റിട്ടേൺ റെസ്പോൺസിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഒരു യൂസർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യൂസറിന്റെ നെയിമും പാസ്വേഡും ഒക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് എന്താ വേണ്ട, രജിസ്റ്റർ വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതൊരു സിമ്പിൾ ലോഗിൻ വ്യൂ ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ മുന്നേ ചെക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സ്നിപ്പറ്റ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ബേസിക്കലി കാര്യമായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് യൂസർ നെയിം പാസ്വേഡും ഇൻപുട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യൂസർ നെയിം മാച്ചിങ് ആവുന്ന ഏതെങ്കിലും ഒരു എൻട്രി കറന്റ് ഡാറ്റാബേസിൽ ഉണ്ടോ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ എന്ത് ചെയ്യും, യൂസർ ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്, ആ യൂസർ ഒബ്ജക്റ്റ് ഡോട്ട് ചെക്ക് പാസ്വേഡ്. ചെക്ക് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മെത്തേഡാണ്, ജാങ്കോയിൽ ബിൽഡിനായിട്ട് വരുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഇതിൽ വരുന്ന രണ്ട് മെത്തേഡാണ്. ഒന്ന് ചെക്ക് പാസ്വേഡും മേക്ക് പാസ്വേഡും. മേക്ക് പാസ്വേഡ് നമുക്ക് ബേസിക്കലി നമ്മളെ രജിസ്ട്രേഷൻ മേ ബി നമുക്ക് കുറച്ച് അഡീഷണൽ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ജനറൽ പാസ്വേഡൊക്കെ നമുക്ക് ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ് ഒരു ആക്ച്വലി ഒരു ഗുഡ് വേ അല്ല. ഓക്കെ, നമുക്ക് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ സ്ട്രിങ്ങും ഗൂഗിളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് പാസ്വേഡ് ഉണ്ടല്ലോ, അതുപോലെയൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ മേക്ക് പാസ്വേഡ് എന്ന് കൊടുത്തിട്ട് ആ പാസ്വേഡിന്റെ ഫീൽഡ് അതിലേക്ക് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ചെക്ക് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡും കൂടെ ഉണ്ട്. ഇതെന്താന്ന് വെച്ചാൽ പാസ്വേഡ് നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നത് ഹാഷ് ചെയ്തിട്ടായിരിക്കും. അതായത് എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് അതിനെ ഡയറക്റ്റ് 123 തന്നെയല്ലേ നമ്മൾ കൊടുത്തേ, പക്ഷെ 123 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാച്ച് ആയി കിട്ടില്ല. ഇതൊക്കെ ജാങ്കോന്റെ ഒരു ബിൽഡിനായിട്ട് വരുന്ന ഒരു സെക്യൂരിറ്റി ഫീച്ചർ ആണ്. ഹാഷ് ചെയ്യുന്ന ഡിഫോൾട്ട് ഒരു ഹാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എൻക്രിപ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലോട്ടൊന്നും ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു പ്രോജക്റ്റ് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യുക, ഇതൊക്കെ കോളേജ് സ്റ്റുഡൻസിനും ഒരു പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യൂസർ ഒബ്ജക്റ്റിനെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ആ യൂസർ ഒബ്ജക്റ്റിന്റെ പാസ്വേഡ് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള പാസ്വേഡ് ആണെന്ന് നോക്കും. എന്നിട്ട് കൊടുത്തിട്ടുള്ള പാസ്വേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓക്കെ, ഇതിന്റെ ഒരു വാല്യൂ ഈസ് വാലിഡ് നമുക്ക് അങ്ങനെ കൊടുക്കാം. ആക്ച്വലി എന്താണ്, ഇത് റിട്ടേൺ ചെയ്യാൻ ഒരു ബൂളിയൻ ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇത് പ്രിന്റ് ചെയ്ത് നോക്കാം ഇത് എന്താണ് ഇതിന്റെ വാല്യൂ വരുന്നത് എന്നുള്ളത്. ഓക്കെ, വേറെ നമ്മൾ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ല. ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. യൂസർ രജിസ്റ്റർ. ഓക്കെ, ഇതിന്റെ ഒരു കോപ്പി എടുക്കുന്നുണ്ട്. യൂസർ ലോഗിൻ, നമുക്കിവിടെ ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു പാത്ത് ബാക്ക് എൻഡിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്.
നമുക്ക് ഇവിടെ URLs പോയിട്ട് അത് ആഡ് ചെയ്യാം. Shift Alt down arrow. നമ്മുടെ ക്ലാസിന്റെ നെയിം ലോഗിൻ API വ്യൂ. ഓക്കെ, ഇവിടെ സ്റ്റാർ കൊടുത്തതുകൊണ്ടാണ് ഇതൊക്കെ ഓട്ടോമാറ്റിക് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. യൂസർ ലോഗിൻ എന്നുള്ളത് സേവ് ചെയ്തു. ഇപ്പൊ ഇവിടെ ബേസിക്കലി എന്താണ് യൂസർ നെയിം പാസ്വേഡും എടുത്തിട്ട് ഒരു യൂസർ ഒബ്ജക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. യൂസർ ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫിൽറ്ററിന് പകരം ഗെറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു എക്സെപ്ഷൻ ക്യാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്നുള്ള രീതിയിൽ പറയും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇൻവാലിഡ് യൂസർ അല്ലെങ്കിൽ നോ യൂസർ റെക്കോർഡ് എക്സിസ്റ്റ് എന്നൊക്കെ കൊടുക്കാം. പക്ഷെ അത് യൂസേഴ്സിന് ഒന്നും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇന്നൊരാൾ ഇല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ക്ലൂ ഒന്നും കൊടുക്കാതിരിക്കാൻ ജസ്റ്റ് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. പിന്നെ ബാക്കി എന്താണ് എറർ എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇവിടെ എറേഴ്സിന്റെ ഉള്ളിൽ ഈ ഒരു സ്ട്രിങ്ങിൽ നമുക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ സെർവറൊക്കെ റണ്ണിങ് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് യൂസർ നെയിം പാസ്വേഡും തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് കൊടുത്ത് നോക്കാം. സംതിങ് ഓക്കെ, ഇവിടെ എന്തോ ഓക്കെ, ഇവിടെ റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് റിട്ടേൺ റെസ്പോൺസ്. ഓക്കെ, നമുക്ക് ഒരു AI തന്നത് തന്നെ വെച്ചിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താണ് ലോഗിൻ സക്സസ്, വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ലോഗിൻ സക്സസ്ഫുൾ, ആൽസ് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് ഉള്ള രീതിയിലുള്ള ഒരു റെസ്പോൺസ് നമുക്ക് തരും. ജസ്റ്റ് ഒന്ന് പ്രൊസീഡ് ചെയ്ത് നോക്കാം. ലോഗിൻ സക്സസ്ഫുൾ, ദാറ്റ് മീൻസ് എന്താണ്, പാസ്വേഡ് ഇങ്ങനെ ഒരു യൂസർ ഇവിടെ ഉണ്ട് എന്നുള്ളത് സിസ്റ്റത്തിന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഞാൻ നമുക്ക് പാസ്വേഡ് ഒന്ന് തെറ്റിച്ച് കൊടുക്കാം. ഞാൻ ഇതിന്റെ എൻഡിൽ ഒരു 1 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ്, ദാറ്റ് മീൻസ് എന്താണ്, അങ്ങനെ ഒരു യൂസർ അവിടെ ഇല്ല. അപ്പോൾ നമുക്കിത് ലോഗിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി ലോഗിൻ ചെയ്തത് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴും ഇങ്ങനെ ലോഗിൻ ചെയ്തിട്ട് യൂസർ ഐഡന്റിഫൈ എന്ന് പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടോക്കൺ ഇതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മളെ ജാങ്കോന്റെ ടോക്കൺ ഒതന്റിക്കേഷന്റെ യൂസേജ് വരുന്നത്. നമ്മളങ്ങനെ ടോക്കൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ആ ടോക്കൺ നമ്മളെ ഹെഡറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് യൂസറാണ് ഈ റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് അവരെ ടു ഡു ആണ് അവരത് പ്രൊസീഡ് ചെയ്യുന്ന ടു ഡു ആപ്പിന്റെ ഐറ്റംസ് ആണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ബാക്കിൽ നിന്ന് കിട്ടും. ഓരോ തവണയും നമ്മൾ എന്ത് ചെയ്യണ്ട, ഇത് ഇന്ന യൂസർ ഇതാണ് ഇന്ന യൂസർ ഇതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻപുട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ടോക്കൺ വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ പല ടൈപ്പ് ഓഫ് ടോക്കൺ കേട്ടിട്ടുണ്ടാവും. JWT ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. ഓക്കെ, അപ്പോ അത് നിങ്ങൾ അത് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പൊ ഇനി ഇവിടെ നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ടോക്കൺ ഒതന്റിക്കേഷൻ ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആ ടോക്കൺ ഒതന്റിക്കേഷൻ ബേസിക്കലി എങ്ങനെയാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. ഓക്കെ.